ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം കുറേ ദിവസമായി ഞാൻ ഈ വ്ളോഗും ഫോണ് തന്നെ ശരിക്കും പോലെ നോക്കിയിട്ട് കേട്ടോ. കാരണം എങ്ങോട്ടും പുറത്തിറങ്ങണില്ല. പിന്നെ ഒരു സംഭവം ഉണ്ട്, നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. ഞാൻ പിന്നീട് അതിനെപ്പറ്റി അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ അത് കറക്റ്റായിട്ട് പറയാം. അപ്പം അതുകൊണ്ടും കൂടെ എനിക്ക് ഒരു ഒട്ടും മൈൻഡൊന്നുമില്ലായിരുന്നു വ്ളോഗ് എടുക്കാൻ. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം അമ്മയും അച്ഛനും വന്നിട്ടുണ്ട് കേട്ടോ. അവർ വെള്ളിയാഴ്ച വന്നത്. അപ്പം ഇന്നലെ ഞങ്ങൾ ജസ്റ്റ് ലുലുവിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങി വന്നപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി. രാവിലെ എങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, വൈകിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഇന്ന് ഒരു കപ്പൽ യാത്ര നടത്തുന്നുണ്ട് കേട്ടോ, ചെറിയൊരു ക്രൂസ്. അപ്പം അതിവിടെ മറൈൻ ഡ്രൈവിൽ നിന്ന് നമുക്ക് 2 മണിക്കൂർ പോകുന്ന ഒരു കപ്പലിൻ്റെ ജേണിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഏതാണെന്നൊന്നും എത്ര വലിയ കപ്പലാണ് കാര്യങ്ങളാണെന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തു, ആരെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തിട്ട് ബുക്ക് ചെയ്തതാണ്. പിന്നെ നമ്മൾ നോക്കിയിരുന്നു, പക്ഷേ നമുക്ക് അതിൽ സ്ലോട്ട് കിട്ടിയില്ല. അത് ഫുള്ളായിരുന്നു കേട്ടോ ഇന്നലെ. അപ്പോൾ 2 മണിക്കൂറാണ് ഓരോ ടൈമിൽ ഉണ്ടാവുക. അപ്പം നമ്മൾ അതായത് സൺസെറ്റിൻ്റെ പിന്നെ മോർണിംഗ് 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ 9 പിന്നെ 2 മണിക്കൂർ അങ്ങനെ ഇടവിട്ട് 2 മണിക്കൂറാണ് കേട്ടോ ഈ ഒരു ജേണി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സൺസെറ്റിൻ്റെ ഇന്നത്തെ 5:30 കേട്ടോ എടുത്തത്. പക്ഷെ ഇന്നലെ നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നോക്കി നോക്കുക ഗൈസ്, നല്ല മഴക്കാർ നല്ല രാവിലെ തന്നെ മൂടി കെട്ടിയിട്ടാണ് മഴയും പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് സൺസെറ്റ് പോയിട്ട് ഒരു തേങ്ങയും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ നമുക്ക് എന്തായാലും കുറേ ദിവസമായി, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ നമ്മളിത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അപ്പോഴേ അമ്മയും അച്ഛനും വിചാരിച്ചത് ഇത് പോകണം എന്നുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ എന്തായാലും നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെന്തായാലും ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് 750 തൊട്ടാണ് കേട്ടോ. അപ്പം ബാക്കി നമുക്ക് പോകുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്പം അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ കുളിക്കണം. ഞാൻ രാവിലെ കുളിച്ചിട്ടൊന്നുമില്ല. അപ്പം ഇപ്പം ഞങ്ങൾ സ്റ്റുഡിയോ പോയിട്ടുണ്ടായിരുന്നു. സ്റ്റുഡിയോ പോയി വന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി കുളിക്കണം. കുളിച്ച് തലയൊക്കെ നനച്ച് നല്ല താരൻ കേട്ടോ. അപ്പം നല്ല താരനുണ്ട്. അപ്പോൾ ഇനി മരുന്നൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തേച്ച് പിടിപ്പിച്ച് ഒന്ന് കുളിക്കണം. നല്ല വിസ്തരിച്ചൊരു കുളി വിളിച്ച് നമുക്ക് പുറപ്പെട്ട് ഒരു 4 മണിക്ക് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം. കാരണം ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് പിന്നെ അവിടെ വരെ എത്തണ്ടേ. ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല ദൂരമുണ്ട് ഈ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കാരണം. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ വെച്ചിട്ട് പോകുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ കാണാം. ഗൈസ്, ഞാനങ്ങനെ പുറപ്പെട്ട് ഇറങ്ങി. മമ്മിയുണ്ട്, ഡാഡി ഉണ്ട്. ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്ത് കേട്ടോ. അപ്പോൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വരും. ഞങ്ങൾ എന്തായാലും താഴേക്ക് പോകട്ടെ. ഊബർ ബുക്ക് ചെയ്ത് ഞങ്ങൾ ആദ്യത്തെ ഊബർ ഡ്രൈവർ അയാൾക്ക് വഴി അറിയാണ്ട് കുറേ കറങ്ങി. അതുകൊണ്ട് ഞങ്ങൾ ക്യാൻസൽ ചെയ്തു. ഈ ഡ്രസ്സ് ഇന്ന് ഞങ്ങൾ സെഡിയത് വാങ്ങിയതാണ്. ഈ പ്ലാവിൽ നിറയെ ചക്ക. ഓ മൈ ഗോഡ്, എത്ര ചെറിയ ചക്കകൾ. അങ്ങനെ നമ്മളിത് പുറപ്പെട്ടു കേട്ടോ. അപ്പം അതാ 5 മണി അവിടെ ബോർഡിങ് ടൈമാണ്. ആ സമയത്ത് നമ്മൾ എത്തണം എന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾക്ക് ടൈം ഉണ്ടല്ലോ അങ്ങനെ വിചാരിച്ച് നമ്മൾ ഇരുന്ന് എന്താ പറയുക 4 മണിയാകുമ്പോഴാണ് നമ്മൾ ഊബർ ബുക്ക് ചെയ്ത്. പക്ഷേ ഫസ്റ്റത്തെ ഊബർ ക്യാൻസലായി, സെക്കൻഡ് വിളിച്ച് വന്നതും ലേറ്റായി. അങ്ങനെ നമ്മളൊരു 4:30 ആ ഒരു സമയം കഴിഞ്ഞു കേട്ടോ ഊബർ എത്തിയപ്പോൾ തന്നെ. അപ്പോൾ പിന്നെ എനിക്ക് ടെൻഷനായി തുടങ്ങി. പിന്നെ ആ സമയത്ത് നല്ല ബ്ലോക്കും ആണല്ലോ. കാരണം 5:30 എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഈ കപ്പൽ ബോട്ട് ഇതൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വരാൻ ഒരു പണിയാണല്ലോ. ട്രെയിൻ മിസ്സായി അടുത്ത ട്രെയിനെങ്കിലും പിടിക്കാം. ഇതങ്ങനെ ഒരു വഴിയില്ല. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായി പോയായിരുന്നു. പക്ഷേ ഇതൊക്കെ ഈ കുറുക്ക് വഴിയുടെ ചേട്ടൻ കൊണ്ടുപോയി. അങ്ങനെ നമ്മളിത് അവസാനം മറൈൻ ഡ്രൈവ് എത്തിയിട്ടോ. അപ്പോൾ നമുക്ക് എവിടെയാണ് ഈ സംഭവം കിടക്കണമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞങ്ങളവിടെ ഒരു ആളോട് ചോദിച്ചു. അപ്പോൾ ആൾ കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ നമ്മളിതേ അവിടെ നമ്മുടെ കപ്പലാണ് കേട്ടോ ആ കിടക്കുന്ന മിന്നാർ ക്രൂസ് ടെർമിനലിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അവരുടെ കൗണ്ടറിൽ നമ്മൾ ഓൺലൈനായി എടുത്ത ടിക്കറ്റ് കാണിക്കണം കേട്ടോ. അപ്പോൾ അവർ നമുക്ക് 4 ടിക്കറ്റ് നമ്മുടെ കയ്യിൽ തരും. അത് നമ്മൾ ബോർഡിങ്ങിൻ്റെ സമയത്ത് അവിടെ കാണിച്ചിട്ട് നമ്മൾ കയറണം. അങ്ങനെ ഇതേ നമ്മുടെ കപ്പൽ ഇവിടെ കാണാനില്ലേ. അതിന് ഫ്രണ്ടിൽ തന്നെ മറ്റേ
കപ്പിത്താനൊക്കെ ഉണ്ട് കേട്ടോ. കപ്പിത്താൻ എന്നല്ലേ പറയാം, എന്താ പറയുക, അവരൊക്കെ ഉണ്ട്. ക്യാപ്റ്റൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ പാസ്സൊക്കെ കൊടുത്തു. അങ്ങനെ നമ്മളെ അവർ ഓരോരുത്തരായിട്ട് കയറ്റി വിടാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ കയറുന്ന സമയത്ത് ഇതൊന്നും നമുക്ക് പേടിയുള്ള കാര്യമല്ല കേട്ടോ. കയറുന്ന സമയത്തൊക്കെ ഭയങ്കര കംഫർട്ടബിളായിട്ട് നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ കുറേ ആയി ട്രൈ ചെയ്യണം എന്ന് വിചാരിക്കണം. കഴിഞ്ഞ വട്ടം തന്നെ അമ്മയും അച്ഛനും വന്നപ്പോൾ അവർക്ക് ഇതിൽ പോകണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം അച്ഛൻ ഇത് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ എന്തോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേ നമ്മൾ പോകണം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇന്നാണ് ആ ഒരു ദിവസം വന്നത്. അങ്ങനെ നമ്മൾ മേലത്തെ സെക്ഷനിലാണ് കേട്ടോ കയറിയത്. കാരണം താഴെ നമുക്ക് അങ്ങനെ ആൾക്കാർ ആരും ഇരിക്കണം അങ്ങനെയൊന്നുമില്ല. അവിടെ താഴെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ മേലെ കയറി അവിടെ നിറയെ ചെയേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് അധികം ആൾക്കാരൊന്നും എത്തി തുടങ്ങിയിട്ടില്ല, കുറച്ച് പേരെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയതുകൊണ്ട് ഞാൻ പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ പോയി. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ പാസ് വന്നിട്ടുണ്ടായിരുന്ന 750 ആയിരുന്നു ചാർജ്. അപ്പോൾ ഇതേ പുറത്ത് എന്താ പറയുക, നമ്മളിങ്ങനെ ആ ഒരു കോർണറിൽ നിൽക്കുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. അവിടേക്ക് ഓരോ കോർണറിലും ആൾക്കാരുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് ഒരു ഫോട്ടോ എടുക്കാൻ നമ്മൾ നിൽക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് നീങ്ങി അപ്പോൾ അവിടെ വേറെ ആൾക്കാർ വരും, ആ സ്ഥലം അങ്ങ് പോവും. അങ്ങനെയാണ്. കാരണം അവിടെ നിൽക്കുമ്പോൾ നല്ല വ്യൂ ഫോട്ടോ എടുക്കാൻ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതൊന്നും എന്താ പറയുക അത്ര ആൾക്കാരൊന്നും ഉണ്ടാവില്ല. കാരണം എപ്പോഴും നമ്മൾ മറൈൻ ഡ്രൈവ് വരുമ്പോൾ ഇങ്ങനെ കപ്പൽ ബോട്ട് യാത്ര അങ്ങനെ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരുമല്ലോ. കുറേ ആൾക്കാർ നമ്മളെ അപ്രോച്ച് ചെയ്യുമല്ലോ. അപ്പോൾ നമ്മളൊന്നും വേണ്ട അങ്ങനെ പറഞ്ഞല്ലേ പോവാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്രയും ആൾക്കാരൊക്കെ ഉണ്ടാവുമെന്ന്. കേരളത്തിൽ നിന്ന് മാത്രമല്ല കേട്ടോ, കുറേ കർണാടക, ആന്ധ്ര, മഹാരാഷ്ട്രയിൽ നിന്ന് വരെ ആൾക്കാർ ഞങ്ങളുടെ കൂടെ ഈ ഒരു ട്രിപ്പിലുണ്ടായിരുന്നു. 2 hours ആണ് കേട്ടോ ഈ ഒരു ട്രിപ്പ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ട് ബേസിക് കാര്യങ്ങൾ. പിന്നെ അവർ സ്നാക്സ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ബുക്ക് ചെയ്തത് ഈവനിങ് ആണ് കേട്ടോ. 5:30 നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സൺസെറ്റിൻ്റെ ആ ഒരു ടൈം, അതായത് ഇവർക്ക് ഒരുപാട് ടൈമുണ്ട്. 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 10 മണി വരെ ഉണ്ട് കേട്ടോ. അതായത് 2 മണിക്കൂർ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ സൺസെറ്റാണ് സെലക്ട് ചെയ്തത്. കാരണം കുറച്ച് പരിപാടീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ സൺസെറ്റ് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഉച്ചയ്ക്കൊക്കെ ആണെച്ചെങ്കിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നൈറ്റും ഫുഡ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ബുക്ക് ചെയ്ത് ഈവനിങ് സൺസെറ്റിൻ്റെ ആ ഒരു ബാച്ചായിരുന്നു. പക്ഷേ ആക്ച്വലി ഞങ്ങൾ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഈ ബുക്ക് ചെയ്തതിൻ്റെ തലേ ദിവസമായിരുന്നു കേട്ടോ. ആ സമയത്ത് നമുക്ക് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്നത്തേക്ക് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്നലെ ആണെങ്കിൽ, അതായത് ബുക്ക് ചെയ്യാൻ വിചാരിച്ച ദിവസമായിരുന്നെങ്കിൽ നല്ല തെളിഞ്ഞ വെതറായിരുന്നു. നല്ല രീതിക്ക് സൺസെറ്റ് ആയാലും മോർണിംഗ് ആയാലും നല്ല കിടിലം വെതറായിരുന്നു. പക്ഷേ ഇന്ന് ഒരു ചീഞ്ഞ ക്ലൈമറ്റ് ആയിരുന്നു. സൺസെറ്റ് പോയിട്ട് ഒരു മാതിരി ഇരുണ്ട ഒരു കാർമേഘം മൂടിയ ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ സൺസെറ്റും കാര്യങ്ങളൊന്നും ആദ്യമേ ഞങ്ങൾക്ക് മോർണിംഗ് മഴ കണ്ടപ്പോഴേ ഞങ്ങൾ വിചാരിച്ചു സൺസെറ്റ് അതൊക്കെ ഫ്ലോപ്പായി എന്ന് വിചാരിച്ചു. ഭാഗ്യത്തിന് മഴ പെയ്തില്ല. ആ ഒരു കാര്യം ഭാഗ്യമായി കിട്ടി. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കണം എന്താണെന്ന് വിചാരിച്ചാൽ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര സോങ് ഇങ്ങനെ അലക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം പുറത്തേക്കൊക്കെ ഞാൻ ആ മറൈൻ ഡ്രൈവ് അവിടെ എത്തിയ ഫസ്റ്റ് എൻട്രൻസിക്ക് വരെ നല്ല രീതിക്ക് ഇതിലത്തെ സോങ്സും കാര്യങ്ങളൊക്കെ കേൾക്കണ്ട. അതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് ഒച്ചയിൽ പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് കോപ്പിറൈറ്റ് കിട്ടും. ആ ഒരു പേടി കാരണമാണ് ഞാനിപ്പം മെനക്കെട്ടി വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഈ ഫ്രണ്ട് സൈഡിൽ വന്നപ്പം നല്ല രസമില്ലേ ഈ മഞ്ഞ ഫ്ലവർ നിൽക്കുന്നത് കാണാൻ. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു സൈഡൊന്നും അധികം ആൾക്കാർ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നില്ല കേട്ടോ. ആ അപ്പുറത്തെ സൈഡാണ് നിൽക്കുന്നത്. കാരണം അവിടെ ആകുമ്പോൾ നല്ല രീതിക്ക് ബോട്ടും വേറെ ബോട്ട്, ഷിപ്പ്, കപ്പൽ അങ്ങനത്തെ എല്ലാം ഒന്നാണല്ലോ അല്ലേ. ഇതുപോലെ വേറെ ഷിപ്പിൻ്റെ ഒക്കെ ട്രിപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അവരുടെയൊക്കെ യാത്രകൾ കാണാം. നല്ല വ്യൂ ഒക്കെ ആ സൈഡിലുള്ളതുകൊണ്ട് അവിടെ ഇരുന്ന് തിരക്കുണ്ടായിരുന്നേ. ഇതിൻ്റെ താഴത്തെ ഡെക്കിലാണ് കേട്ടോ ക്യാപ്റ്റനൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് കണ്ടല്ലോ. പിന്നെ ഇവിടെ ഇങ്ങനൊരു സെറ്റപ്പാണ്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയുക, നമുക്ക് ഇരിക്കാൻ റെസ്റ്റ് ചെയ്യാനൊക്കെ ഒരു സ്പേസ് ഉള്ളൊരു ഏരിയ ഉണ്ട് കേട്ടോ. അവിടെ നല്ല കിടിലൻ സോഫയും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ലൊരു റെസ്റ്റിംഗ് സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇതിൻ്റെ താഴത്തെ ഫ്ലോറിലും അതുപോലെ തന്നെ ഒരു റെസ്റ്റിംഗ് സ്പേസ് ഉണ്ട് കേട്ടോ. അത് കുറച്ചും കൂടെ വലുതാണ്. അവിടെയാണ് DJയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇതിൽ ലാസ്റ്റത്തെ പോർഷൻ കണ്ടാൽ മനസ്സിലാവും. അപ്പം എന്താ പറയുക, നമ്മൾ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു ചേട്ടൻ ഇങ്ങനെ
പോളറോയിഡ് പോലത്തെ ഒരു ഫോട്ടോ അങ്ങനെ കിട്ടുമല്ലോ, ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്ന ആ ഒരു ടൈപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ചേട്ടനുണ്ടായിരുന്നു. 100 ആയിരുന്നു ഒരു ഫോട്ടോയ്ക്ക്. അങ്ങനെ ഞങ്ങൾ അത് എടുത്തു കേട്ടോ. പക്ഷെ അത് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും നമ്മളൊരു ഫാമിലി ഫോട്ടോ എടുപ്പിച്ചു കേട്ടോ. എത്രയൊക്കെ ഇവിടെ ഈ ഒരു സ്പേസിൽ നിന്നാലും നമുക്ക് മടുക്കില്ല കേട്ടോ, കാല് കഴപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. കാരണം ഈ ഒരു വ്യൂ കാണുമ്പോൾ നമ്മളതൊക്കെ ഇങ്ങനെ പാടെ മറക്കും. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പിള്ളേരൊക്കെ ഈ സ്കൂൾ ടൂറൊക്കെ പോകുന്നുണ്ട് കേട്ടോ, ഈ കപ്പലിലും അതുപോലെ തന്നെ ചെറിയ ചെറിയ ബോട്ടിലൊക്കെ. അപ്പോൾ നല്ല രസമുണ്ടാണ്, അവർ ഭയങ്കര വൈബ് അടിച്ച് ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, ഞാനൊക്കെ ഇങ്ങനെ ചെറിയ കുത്തി ഇങ്ങനെ നിൽക്കുമ്പോൾ തള്ള വൈബായ ഒരു ഫീൽ കേട്ടോ. എന്താ ചെയ്യുക, അങ്ങനെയൊക്കെ ആയല്ലോ, നമ്മൾ ആ പ്രായമൊക്കെ കഴിഞ്ഞ്. അങ്ങനെ ഇതാ നമ്മൾ അച്ഛനിതാ തളർന്ന് ഇരിപ്പായി കേട്ടോ. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പിന്നെ അവിടെ ഇരുന്നു. ഞാൻ അവിടെ പിടിച്ചിരുത്തിയത്, അച്ഛനിങ്ങനെ കാഴ്ച ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ പിന്നെ കാല് വേദനിക്കണ്ടെന്ന് വിചാരിച്ച് അവിടെ പിടിച്ചിരുത്തി കേട്ടോ. പിന്നെ ഈ ഒരു സ്പേസിൻ്റെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്, ഈ താഴത്തെ ഫ്ലോറിലുള്ള ഈ ഒരു സ്പേസാണ്. ഇവിടെ ഡി ജെയും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ഇത് വഴിയെ നിങ്ങൾക്ക് കാണാം. ലാസ്റ്റ് ഈ ഒരു ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഒരു ഡി ജെ സെക്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുള്ള ഒരു സ്പേസാണ്, ഇരിക്കാൻ നല്ല അടിപൊളി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പക്ഷേ ഇവിടേക്ക് അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. ഇവിടെ കുറച്ച് പേര് മാത്രം ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന ടീംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കണ്ട് പുറത്തേക്ക് തന്നെ ഇറങ്ങി. കാരണം നമുക്ക് ആ മേലത്തെ വ്യൂ ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ട്. ഇവിടെയും നല്ല വ്യൂ ഉണ്ട്. പിന്നെ ഈ സൈഡിലാണ് കേട്ടോ വാഷ്റൂം ഉള്ളത്. ഇവിടെ 2 സ്റ്റെപ്പിൻ്റെയും അപ്പുറവും ഇപ്പുറവും ആയിട്ടാണ് 2 വാഷ്റൂം ഉള്ളത്. അപ്പോൾ നല്ല വാഷ്റൂമാണ് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ പരിപാടിയുടെ ആൾക്കാർ വന്നിട്ട് നമ്മളോട് എല്ലാവരോടും, താഴത്ത് നിൽക്കുന്ന എല്ലാവരോടും മേൽപോട്ട് പോകാൻ പറഞ്ഞു കേട്ടോ. കാരണം അവിടെ സ്നാക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്നാക്സിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മളെ മേൽപോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കപ്പൽ എടുത്തു കേട്ടോ, ഒരു സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ ജേണി. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സാണ് എൻ്റെ ഫേസിൽ കാണുന്നത്. കാരണം ഇതൊക്കെ നമുക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. ഇതൊരു ഫസ്റ്റ് തുടക്കമാവട്ടെ എന്ന് വിചാരിക്കാം. ഇനിയും ഇതുപോലത്തെ ഇതിലും വലിയ കപ്പലുകളും അതുപോലെ തന്നെ പല പല യാത്രകൾ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. എന്തായാലും നമ്മൾ മേലെ പോയിട്ട് കാണാം. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. വെൽക്കം ടു മിനാർ ക്രൂസ് ഇൻ കൊച്ചിൻ. അപ്പൊ 2 മണിക്കൂർ നേരം നീളുന്ന ഒരു യാത്രയാണ്. അപ്പൊ ഇനി അതർ സ്റ്റേറ്റ് പീപ്പിൾസ്, ഇനി അതർ സ്റ്റേറ്റ് from Karnataka, Maharashtra, Karnataka, Tamil Nadu. Any other state? Maharashtra. Patti. ഗൈഡിംഗ് ആണ്. ഗൈഡ് ചെയ്യുന്നത് മിനാർ ക്രൂസിന്റെ ഗൈഡ് മിസ്റ്റർ ജാഫിലാണ്. അപ്പൊ ജാഫിലിന് വേണ്ടിയിട്ട് നല്ലൊരു കൈയ്യടി കൊടുത്തിട്ട് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. യെസ്, പ്ലീസ് വെൽക്കം ജാഫിൽ ഓൺ സ്റ്റേജ്. അപ്പൊ ജാഫിൽ മലപ്പുറം തിരൂർ സ്വദേശിയാണ്. അപ്പം ഞങ്ങളുടെ മിനാർ ക്രൂസിന്റെ ഗൈഡും കോർഡിനേറ്റർ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ജാഫിലാണ്. ജാഫിൽ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയും. ഇതാണ് കേട്ടോ നമ്മുടെ സ്നാക്സ് ബോക്സ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എന്നെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞങ്ങളുടെ പ്രോഗ്രാം കോർഡിനേറ്ററും അതുപോലെ നമ്മുടെ ഫ്ലവേഴ്സ് ടിവിയുടെ ഷോ ഹോസ്റ്റും പ്രോഗ്രാം കോർഡിനേറ്ററൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള മിസ്റ്റർ വെനീഷ് മുദ്ഗാഡാണ്. ഇവിടെ കേരളത്തിന്റെ അകത്തും പുറത്തൊക്കെ ഒരുപാട് ഷോ ഹോസ്റ്റ് ചെയ്ത ഒരു കലാകാരൻ കൂടിയാണ്. സോ ഐ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് യു ഗൈസ് ബൈ അവർ പ്രോഗ്രാം കോർഡിനേറ്റർ ഹു ഹാസ് ഓൾസോ വർക്ക്ഡ് ആസ് വൺ ഓഫ് ദ പോപ്പുലർ മലയാളം TV channel program coordinator Flowers TV, and his name is Mr. Veneesh Mudgad. And first of all, a big round of applause for Mr. Veneesh Mudgad. ആദ്യം അദ്ദേഹത്തിന് നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് ഓക്കെ. ഇനി ഈ ഒരു വ്യൂ മിസ് ചെയ്യണ്ട. നമ്മുടെ വെസലിന്റെ ലെഫ്റ്റ് സൈഡിൽ നേരെ നോക്കിയാൽ നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ ചൈനീസ് ഫിഷിംഗ് നെറ്റ് ബ്രിഡ്ജ്. ടുവർഡ്സ് ദി സ്ട്രൈറ്റ് ലെഫ്റ്റ് ഓഫ് ദ വെസൽ യു ഗൈസ് ആർ സ്പോട്ടിംഗ് ദ ബ്യൂട്ടിഫുൾ ചൈനീസ് ഫിഷിംഗ് നെറ്റ് ബ്രിഡ്ജ്. നമ്മുടെ വൈപ്പിലും ഫോർട്ട് കൊച്ചിയിലൊക്കെ ആയിട്ടുള്ള ചീനവലകൾ കണ്ടിട്ടുണ്ടോ? ചീനവലകളുടെ ഡിസൈനിൽ നിന്ന് അവർ ഡെവലപ്പ് ചെയ്ത പാലത്തിന്റെ മോഡലാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, സോ ദാറ്റ് ബ്രിഡ്ജ് വാസ് ആക്ച്വലി ഡെവലപ്ഡ് ഫ്രം ദ ഡിസൈൻ ഓഫ് ദ ചൈനീസ് ഫിഷിംഗ് നെറ്റ്സ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഫോർട്ട് കൊച്ചി ആൻഡ് വൈപ്പിൻ റീജിയൻസ്. ഓക്കെ, ഇനി നമ്മുടെ യാത്രയുടെ ഭാഗമായി നിങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ദർ ആർ കപ്പിൾ ഓഫ് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഫോർ റെയിലേഴ്സ്. ഓക്കെ, ഒന്നാമത്തേത്, നിങ്ങൾ കുട്ടികളെ എടുത്തോണ്ട് റെയിലിംഗ്സിന്റെ അടുത്തേക്ക് പോകരുത്. കുട്ടികളെ എടുത്തോണ്ട് റെയിലിംഗ്സിനോട് ചേർന്ന് നിൽക്കരുത്. യു ഗൈസ് ആർ നോട്ട് സപ്പോസ് ടു ക്യാരി യുവർ ചൈൽഡ് ക്ലോസ് ടു ദ റെയിലിംഗ്സ്. ഓക്കെ,
അതുപോലെ തന്നെ കുട്ടികളെ തനിയെ നമ്മുടെ സ്റ്റേഴ്സിന്റെ അടുത്ത് യു ആർ നോട്ട് സപ്പോസ് ടു ലീവ് യുവർ ചൈൽഡ് അൺഅറ്റൻഡഡ് നിയർ ദ സ്റ്റേഴ്സ് ആർ ക്വൈറ്റ് സ്ലോ. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ നിർദ്ദേശം എന്ന് പറയുന്നത് ഒരു കാരണവശാലും നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്, സ്റ്റെയറിന്റെ എൻട്രൻസിലായിട്ട് നിൽക്കരുത്. യാത്രാ സമയത്ത് സ്റ്റെയറിന്റെ എൻട്രൻസിലായിട്ട് നിൽക്കരുത്. So you guys are not supposed to stand at the entrance of the stairs. That's the most important safety instruction for everybody. Okay. ഇതിന്റെ അകത്തായിട്ടാണ് ഈ ബോക്സ് നമുക്ക് സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ആ ബോക്സ് അല്ല, അത് സമൂസ പെട്ടി. ലൈഫ് ജാക്കറ്റ് ഫോർ അഡൾട്ട്. അതിന്റെ അകത്തായിട്ടാണ് നിങ്ങളുടെ ലൈഫ് ജാക്കറ്റുകൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ വി ഹാവ് ഡ്രോയേഴ്സ് ഓൺ ബോത്ത് സൈഡ് ഓഫ് ദ വെസൽ. ഇനി മറ്റൊന്ന്, നിങ്ങളുടെ ഈ സ്നാക്ക് ബോക്സുകൾ ഗരുഡ എന്ന് പറയും. അതായിരുന്നു കൊച്ചിയുടെ ഫസ്റ്റ് എയർപോർട്ട്. 1980s മുതൽ 1999 വരെ നമ്മുടെ കൊച്ചിയുടെ ഫസ്റ്റ് എയർപോർട്ട് ഇന്ത്യൻ നേവിയുടെ ബേസ് ആയിരുന്നു. 1999 നെടുമ്പാശ്ശേരി കൊച്ചി മിക്സ് ഇന്റർനാഷണൽ എയർപോർട്ട് നിലവിൽ വരുന്നത്. അതിന്റെ ശേഷമാണ് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, so like towards the straight left you guys are spotting the Indian naval base known as INS like came back into existence back in 1999. Okay. ഈ കപ്പല് കണ്ടോ, ഇത് കവരത്തി മറ്റേ ലക്ഷദ്വീപിൽ പോകുന്ന കപ്പലാണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടോ കവരത്തി എഴുതിയിട്ടുള്ളത്. എന്തായിരുന്നു വെച്ചാല് ഈ കായലിന് തീരെ ആഴം ഉണ്ടായിരുന്നില്ല. റൈറ്റ് സൈഡിലൊക്കെ കായലിന്റെ നടുക്കായിട്ട് ആഴേ ഉള്ളൂ. ഈ ഒരു സിമിലർ ഡെപ്ത് ആയിരുന്നു. തുടർച്ചയായിട്ട് രണ്ട് വലിയ മണ്ണുമാന്തി കപ്പൽ ഉപയോഗിച്ചിട്ടാണ് ഈ കായലിനെ മണ്ണ് മാന്തി എടുക്കുന്നതും ഇവിടെ ആഴം വർദ്ധിപ്പിക്കുന്നതും. ഓക്കെ, അന്ന് അവരെടുത്ത ആ മണ്ണ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ മരങ്ങളുടെ ഒരൊറ്റ വരിക്കുണ്ട്. സോ അവര് കാട് കെട്ടി നിൽക്കുന്ന ഒരു പ്രദേശം എന്ത് ചെയ്യാൻ പറ്റില്ല, സുനാമിക്ക് കടന്നു പോകാനാവില്ല. ഇതും ലക്ഷദ്വീപ് സീനാണ് കേട്ടോ. ഇതും ലക്ഷദ്വീപിലേക്ക് പോകുന്നതിനാണ് തോന്നുന്നു. രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. അവിടെ കവരത്തിന് എഴുതിയത്, ഇത് ലക്ഷദ്വീപ് കാണാൻ സാധിക്കും. ഓക്കെ, so like these forests are capable of defending from tsunami and hurricanes. Okay, 5 to 35% of a tsunami wave's height and speed can be destroyed by a single rock. The Lakshadweep pon. So if they have formed a wide area forest ഓ പെട്രോളിങ്ങിന് പോകുന്ന കണ്ടോ. ഇനി നിങ്ങൾക്ക് മനോഹരമായ ഒരു ഗാനവുമായിട്ട് എത്തുന്നത് ഞങ്ങളുടെ പ്രോഗ്രാം കോർഡിനേറ്ററും അതുപോലെ നമ്മുടെ ഫ്ലവേഴ്സ് ടിവിയുടെ ഷോ ഹോസ്റ്റും പ്രോഗ്രാം കോർഡിനേറ്ററൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ കേരളത്തിന്റെ അകത്തും പുറത്തും ഒരുപാട് ഷോ ഹോസ്റ്റ് ചെയ്ത് സ്വാഗതം ചെയ്യാം മിസ്റ്റർ റനീഷ് മുദ്ഗാഡ് ഓൺ സ്റ്റേജ്. ഹി വിൽ ബി സിംഗിങ് എ ബ്യൂട്ടിഫുൾ സോങ് ഫോർ യു ഗൈസ്. ഓക്കേ, ഇനി നമ്മുടെ വെസലിന്റെ ലെഫ്റ്റ് സൈഡിൽ നേരെ നോക്കി ഒരു 8 നില കെട്ടിടം കണ്ടോ? ഇതാണ് താജ് മലബാർ, കേരളത്തിന്റെ ഫസ്റ്റ് 5 സ്റ്റാർ ലക്ഷറി ഹോട്ടലാണ്. നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഇവിടെ മാച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ താമസിക്കുന്ന ഒരു ഹോട്ടൽ കൂടിയാണ്. ഓക്കെ, ആർക്കെങ്കിലും ഒരു ചായ കൂടി കുടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോകാം. എന്ത് ചെയ്യാം, ഒരു 15 രൂപയുടെ ബില്ല് വരുന്നുള്ളൂ ഒരു ചായക്ക്. ഓക്കെ, ഇനി നമ്മുടെ സോ ടുവേർഡ്സ് ദ ലെഫ്റ്റ് സൈഡ് യു ഗൈസ് ഹാവ് ദ 8-story ബിൽഡിംഗ് which is താജ് മലബാർ, കേരളാസ് ഫസ്റ്റ് 5 സ്റ്റാർ ലക്ഷറി ഹോട്ടൽ. ഓക്കെ, നമുക്കത് കാണാട്ടോ. ഒരു നിറഞ്ഞ കൈയടിയോട് കൂടി തന്നെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. മെന്റലിസ്റ്റ് അക്ഷയ് വേണു ഓൺ സ്റ്റേജ്. യെസ് പ്ലീസ് വെൽക്കം അക്ഷയ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. മലയാളികളൊന്നും കൈവക്കെ. എത്ര മലയാളികളുണ്ട്? ഹൗ മെനി മലയാളീസ്? ഓക്കെ, കൈ താത്തിക്കോ. പീപ്പിൾ ഫ്രം ഔട്ട്സൈഡ് കേരള. ഓക്കെ, വേർ ആർ യു ഫ്രം? കർണാടക, മൈസൂർ, ചെന്നൈ. I know that much. Don't expect anything else. അത്രയും കാണാപ്പാടം പഠിച്ചു വെച്ചു. ഓക്കെ, ഇല്ല ഓക്കെ. അപ്പൊ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാം. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. മൈ നെയിം ഈസ് അക്ഷയ്. എന്റെ പേര് അക്ഷയ് എന്നാണ്. ആൻഡ് ഐ ആം എ മെന്റലിസ്റ്റ്. നോട്ട് മെന്റൽ. അമ്മച്ചി മെന്റൽ ഇതിനകത്ത് വലിഞ്ഞു കയറിയോ? നിങ്ങൾ യു മൈറ്റ് ഹാവ് സീൻ ദിസ് ഇൻ ടിവി, സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടോ ഈ മൈൻഡ് റീഡിംഗ് വീഡിയോസ് കണ്ടു മനസ്സ് വായിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഹാവ് യു എവർ സീൻ വീഡിയോസ് ലൈക്ക് ദാറ്റ്? യെസ്. സോ അത് തന്നെ പരിപാടി. ദാറ്റ് കോൺട്രിബ്യൂഷൻ തുടങ്ങിയാലോ? ഷാൽ വി സ്റ്റാർട്ട്? യെസ് യെസ്. ഒന്ന് കൈ അടിച്ച് നോക്കട്ടെ. അപ്പൊ നമുക്ക് ഫോർ മൈ ഫസ്റ്റ് ആക്ട് മാം എന്ന് പറയാം. പോരെ അവിടെ നീ സംസാരിച്ചോണ്ടിരിക്കുന്നത് മെന്റലിസ്റ്റ് എന്ന് പറഞ്ഞത് പോരാ. ഒരു കൈ കൊടുക്കും. വേറെ ഗ്രൗണ്ട് കൊടുക്കുക. ഹായ്, ഇരുന്നോ, കൈ അടിച്ചോ. അവരുടെ പേര് ഓപ്ഷന് ദിവ്യ. എവിടെ നിന്നാ വരുന്നത്? പ്രോപ്പർ ആലുവയാണ്. ആലുവ. ഓക്കെ, എൻ്റെ വീട് പെരുമ്പാവൂരാട്ടോ. ഓ, പറഞ്ഞ ബന്ധുക്കളായി. ഓക്കെ, എത്ര There are 3 conditions. First of all,
ഡോണ്ട് തിങ്ക് ഓഫ് എനിബഡി ഹൂ ഇസ് റൈറ്റ് ഹിയർ വിത്ത് യു. ഇന്ന് കൂടെ വന്നിരിക്കുന്ന ആരും വേണ്ട. കൺസിഡർ ദം ആസ് യുവർ എനിമീസ്. അവരൊക്കെ ശത്രുക്കളായിട്ട് കണ്ടാവുന്നത്. ഓക്കെ. സെക്കൻഡ്, ഇഫ് ലൈക്ക് തോട്ട് ഓഫ് എ ടിപ്പിക്കലി വലിയ ബുദ്ധിമുട്ടുള്ള പേര് ആലോചിച്ചാൽ ഞാൻ എടുത്ത് വേണ്ടത്തില്ല. എനിക്കിത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സോ ചുറ്റിക്കായിരുന്നു. അതുകൊണ്ട് പറഞ്ഞില്ല. ലാസ്റ്റ് പോയിന്റ്, ഐ വാണ്ട് ടു ഗോ ബാക്ക് ടു ചൈൽഡ്ഹുഡ് മെമ്മറി. കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നില്ല കുട്ടിക്കാലം? അത് ചോദിക്കണം. ഒരു സാറിന്റെ അടുത്ത് പ്രോഗ്രാമിന്റെ ഇടയിൽ ഞാൻ അങ്ങനെ ചോദിച്ചു, സാർ കുട്ടിക്കാലത്തേക്ക് ഒന്ന് പോയാലേ? ഹി വാസ് ലൈക്ക് നോ, ഐ വാസ് ഇൻ ജുവനൈൽ ഹോം. ഇപ്പൊ മാറി, സോറി സാർ പറഞ്ഞിട്ട് വേണ്ടി. അപ്പോൾ കുഞ്ഞിലുണ്ടാകും ജസ്റ്റ് തിങ്ക് ഓഫ് എ ചൈൽഡ് ഇൻ ഫ്രണ്ട് ഓഫ് യുവേഴ്സ്. കിട്ടിയോ? സി നോട്ട് എ ഡിഫിക്കൽട്ട്. അതിന്റെ പേര് ഐ ജസ്റ്റ് വാണ്ട് യു റൈറ്റ് ഇറ്റ്. ഇവിടെ ഒന്നും എഴുതുക, എന്നെ കാണിക്കരുത്, ആരെയും കാണിക്കരുത്. ഐ വിൽ ഫേസ് ദാറ്റ് സൈഡ്. വെൻ യു ഫിനിഷ് റൈറ്റിംഗ് എഴുതി കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് കീപ് ഇറ്റ് ഫേസ് ഡൗൺ. ഇങ്ങനെ കമത്തി വെച്ചോളൂ. സോ ദാറ്റ് ഐ കാൺ സീ. ഇങ്ങനെ പിടിച്ചോളൂ. എന്താണെന്ന് ഞാൻ പറയാം. ക്യാൻ ടേക്ക് ദ പെൻ, ക്യാൻ ടേക്ക് ദിസ്, എഴുതിക്കോ. Okay. Meanwhile, I would like to introduce something. In the case, I have an envelope. An envelope on and inside this there is a prediction. Now I'm ready to finish. Is it based on Kamati Vajo? I can't see, right? Let's try to marry Kamati Vajo. Like, ipo kaana bettu eduthirukkuna. Okay, ipo kaanamo. Okay, idu camera. See, idu endina njan ezhuthan parayunnathu. The reason why I wanted to write it down. I don't trust people. അറിയാം. ഇല്ല, yeah, there is a slim chance. ഒരു ചാൻസ് ഉണ്ട്. വേണമെങ്കിൽ ഒന്ന് കള്ളം പറയാൻ മാറ്റി പറയാം. അതിന് പറ്റുമോ? Now on you can't change your mind, right? അയ്യോ ശരി. Imagine this person is standing in front of you and I want you to scream this person's name in your mind again and again. Whatever the name is, mind scream ചെയ്തുകൊണ്ടിരിക്കുക. പേര് mind scream ചെയ്തുകൊണ്ടിരിക്കുക. Okay? Keep saying. കണ്ണു തുറന്ന് I don't know if this is a male name or a female name. I don't have it's a female name, right? ആണല്ലേ? എങ്ങനെ കിട്ടിയെന്ന് അറിയാം. Very simple. ഞാൻ മാഡത്തോട് പറഞ്ഞു, I don't know if this is a male name or female. When I said male എന്ന് പറഞ്ഞപ്പോൾ I was like this. Female എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ will go for the first alphabet of this person. കൂടെ വന്നിരിക്കുന്നവർക്ക് അറിയുന്ന ഒരു ഫ്രണ്ടാണ്. അറിയുന്ന ഫ്രണ്ടാണ്. ഓക്കെ. ഒരു കാര്യം ഞാൻ imagine that person is here. ഫ്രണ്ടിലുള്ളതെന്ന് വിചാരിക്കാം. Imagine. ഫ്രണ്ടെന്ന് വിചാരിക്കാം. In a moment ഞാൻ മാഡത്തിന്റെ ഷോൾഡറിൽ ഇങ്ങനെ ഒന്ന് ടച്ച്. When I touch you, I just want to say this name. ഈ പേര് മൈൻഡിൽ ഒരു തവണ ചുണ്ടനക്കരുത്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ഡോണ്ട് മൂവ് യുവർ ലിപ്സ്. ഐ കോൺടാക്ട് ഉണ്ടായിരിക്കണം. ടച്ച് ചെയ്യുന്ന മൊമെന്റിൽ മൈൻഡിൽ ജസ്റ്റ് ചെയ്തത്. പിന്നെ തലയാട്ടവും ചെയ്യരുത്. Don't say twice. എന്താണ് പറയുന്നത്? രണ്ടുപേരും ഫാദർ നെയിം അവിടെ വെക്കാൻ ഞാൻ പറഞ്ഞല്ലേ? അതാ പുള്ളിക്കാരുടെ പേര് മാത്രം പറയാം. അതാണല്ലേ ഇല്ല, പുള്ളിക്കാരുടെ പേര് ഫാദറിന്റെ നെയിം ഒക്കെ പറഞ്ഞല്ലേ? മനസ്സിൽ ഞാനാ പറയണ്ടേ? ഓക്കെ. ഞാനൊരു പേരോട് എഴുതാം. I can't guarantee this is going to be the name. Maybe this or something very similar to this. അത്ര എനിക്ക് പറയാൻ പറ്റില്ല. I'm a bit confused. കാരണം രണ്ടുപേരും പറഞ്ഞപ്പോൾ എനിക്ക് ലൈക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. I know something here. Again ഞാൻ വീണ്ടും പറയുന്നു, I can't guarantee ഇതായിരിക്കും എന്ന്. ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ something very close to this name. If this is something very close, അടുത്ത് കിട്ടുകയാണെങ്കിൽ just give an upload for the effort. After. ഓക്കെ, മൈക്കിലോടൊന്ന് പറഞ്ഞു എന്തായിരുന്നു വാട്ട് വാസ് ദ പേഴ്സൺ. മൈക്കിലൂടെ പറഞ്ഞു, പേര് പറഞ്ഞു, ഫ്രണ്ട്. ഞാനത് എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കണ്ടിട്ട് കാണിച്ചതിന് മാറ്റി പറഞ്ഞല്ലോ. പറഞ്ഞു ഐ കാണ്ട്. ഓക്കെ, പറഞ്ഞു. മുഴുവൻ പേരെന്തായിരുന്നു? ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അല്ല, കായലിൽ കിടക്കുമ്പോൾ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ലാസ്റ്റ് എന്നാ ഇദ്ദേഹത്തെ കണ്ടത്? ലാസ്റ്റ് എന്നാ ഈ സിനിമ ഇദ്ദേഹത്തെ കണ്ടായിരുന്നു? 10th. See, when you see this cinema next time, അടുത്ത തവണ കാണുമ്പോൾ ഇതൊന്ന് പറഞ്ഞേനെ. ഞാൻ കരുതി തല്ലാനാണോ?
ഓക്കെ, എനിക്കറിയാം ഇപ്പൊ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും യു മൈറ്റ് ഹാവ് ബീൻ വണ്ടറിംഗ് റൈറ്റ് ഹൗ ദ ഹെൽ ഡസ് ദിസ് ഹാപ്പൻ. ഇത് എങ്ങനെയാണെന്ന് അറിയാണ്ട് ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ടുവരികയോ സോണോ ഉണ്ടല്ലേ, പണ്ടടിച്ചോണ്ട് പിന്നാണ്ട് അവിടെ നിന്നോ, കടലും കായലും കാണാമെന്ന് അതൊക്കെ കണ്ടിട്ട് വിട്ടി പോവാ. പിന്നെ അത് പഠിപ്പിച്ചു I can teach you something else. വേറൊരു കാര്യം കാണിച്ചു തരാം. So for my next act, എനിക്ക് I need and see ഇത് we are going to play a simple game. ഒരു ഗെയിം കളിക്കാൻ പോവാം. It's a simple thing. Let me explain this game first. ഞാനിത് ആദ്യം പറഞ്ഞുതരാം. I will give you a coin. ചെയ്യേണ്ടത് take the coin, ഈ coin എടുക്കുക, go behind your back like this, backൽ പോവുക and hide the coin in front of your head. ഒരു കയ്യിൽ coin കൊടുക്കുക and you just do this. എന്റെ ജോലി, my job is to find out where the coin is. ഇല്ല പറഞ്ഞു ഏത് വേണം, 7 or 27. ഇവിടെ ഇപ്പോഴും മെന്റലിസം കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഉറപ്പാണോ? ഷുവർ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ്, അതുകൊണ്ടാണ് 7. ഓക്കെ, അവർ നമ്പർ ഇസ് 7. കാല് വന്ന് ജംഗ്ലി ഇരിപ്പായിട്ടോ. ഇവിടെ മാജിക് ആണല്ലോ. Ready for that? Ready for the magic? Magic is strong. Magic is strong. No. Yeah. Special, magical, birthday hat, and a meeting with all the magic and a meeting life giving of magic. You heard now, you know, all you have magic and magic. They are large and famous. I really am so proud of you. It's the more I know. When I get to do it, we're opening the door. I'm going to talk about it. ഗൈസ്, ജങ്കാറ് പോകുന്നുണ്ടോ? അതെന്താ ചെറിയ ചങ്കാറോ? അല്ലല്ല, ചെറുതാ. ഗൈസ്, 2 ചങ്കാറ് വരുന്നുണ്ട്, പക്ഷെ അത് ഒരെണ്ണം ചെറുതായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ല അല്ല, ഏത് അതാണ് ഗോശ്രീ പാലം കേട്ടോ. ആ കാണുന്നതാണ് ഗോശ്രീ പാലം. ഈ കാണുന്നതാണ് ബോൾഗാട്ടി പാലസ്. ശരിക്കും ഞങ്ങൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്, പക്ഷെ ഇന്ന് നല്ല മഴക്കാറായിരുന്നു കേട്ടോ. പക്ഷെ ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു നമുക്ക്, പക്ഷെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറേ പക്ഷിയില്ല ഇപ്പം, അപ്പോൾ വരാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. ഇത് വല്ലാർപാടം കണ്ടെയ്നറാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഓ, അതാണ് സിഗ്നൽ. എന്തിന്റെ സിഗ്നല്? ബോട്ടുകാർക്ക് കൊടുക്കുന്ന സിഗ്നലാണ് അത്ര കേട്ടോ. ഓ, ഇത് കണ്ടോ, ഇതാണ് കണ്ടോ നമ്മുടെ അടുത്ത ഒരു വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. മെട്രോയിൽ വരുമ്പോൾ നമ്മൾ അകലുന്നൊരു മിന്നായം പോലെയൊക്കെ കാണും, പക്ഷെ ഇത്ര അടുത്തുനിന്നൊക്കെ നമുക്ക് ഇങ്ങനെ വരുമ്പോഴേക്കേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. എവിടെ? ലോഡും കൊണ്ട് സാധനങ്ങളൊക്കെ എടുക്കാൻ പോകുന്നുണ്ടോ ഗൈസ്? കാണുന്നുണ്ടോ ആ ഒരു സംഭവം എടുക്കുന്നത്? കണ്ടോ?
TCI ആനന്ദാട്ടോ ആ ഷിപ്പ്. എന്ത് വലിയ ഷിപ്പാ. നമ്മൾ ഈ MSI ഒക്കെ കേട്ടിട്ടില്ലേ ഇപ്പോൾ അടുത്ത്, ഇതേപോലത്തെ TCI ആനന്ദ്. കണ്ടോ ആ ഒരു ക്രെയിൻ. ഇതൊക്കെ ലൈഫിൽ ആദ്യമായിട്ടാട്ടോ ഞാൻ കാണുന്നത്. ഇത്രയും അടുത്തുനിന്ന് ഈ ഒരു സിസ്റ്റമൊക്കെ വർക്ക് ചെയ്യുന്നത് കാണുന്നത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇത്രയും വലിയ ഷിപ്പ് തന്നെ കാണുന്നത് ഇത്ര അടുത്തുനിന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ വിഴിഞ്ഞം പോർട്ടിൽ എന്താ പറയുക, കണ്ടെയ്നറിൽ സാധനങ്ങളൊക്കെ കയറ്റുന്നതും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ കേട്ടോ ഈ കാണുന്നത്. ഇവിടെ വേറൊരു ബോട്ടും പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ഗ്യാപ്പ് ആയിട്ടാണ് പോകുന്നത്, പക്ഷേ ഇവർ കണ്ടോ അവരുടെ അടുത്ത് തന്നെ നിർത്തിയിട്ടുള്ളത്. ഈ ഒരു ടൈം ആകുമ്പോഴേക്കും എല്ലാവരും താഴെ പോയിട്ടുണ്ട് കേട്ടോ. കാരണം ഈ ഒരു ട്രിപ്പിൻ്റെ ലാസ്റ്റ് സെക്ഷൻ DJ നമുക്ക് താഴെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കും കൂടെ അങ്ങോട്ട് പോയിട്ട് എങ്ങനെയുണ്ട് നോക്കാം. ഇതാ ഈ ഒരു ഡോർ തുറന്ന് ചെല്ലുന്നത് നമ്മൾ നല്ല കിടിലൻ സോങ്സും അതുപോലെ തന്നെ ലൈറ്റൊക്കെ വെച്ച് നല്ല അടിപൊളി DJ ആണ് കേട്ടോ. ഇവിടെ എല്ലാവരും നല്ല രീതിക്ക് ഡാൻസൊക്കെ കളിച്ച് ആർമാദിക്കുകയാണ്. അപ്പം ഞാനതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പക്ഷേ ഈ വീഡിയോസും ഇതൊക്കെ എൻ്റെ ഒറിജിനൽ വോയിസ് ഒന്നും കേൾപ്പിക്കാനുള്ള നിവൃത്തിയില്ല, കാരണം കോപ്പിറൈറ്റ് പേടിയുണ്ട്. ഞാനും നല്ല രീതിക്ക് അത്യാവശ്യം കുറച്ച് നേരം തുള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ ടൈമിൽ വീഡിയോ എടുക്കാൻ ഞാൻ നമ്മുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി, ഞാൻ ഓണാക്കി കൊടുത്തു. അതായത് ക്യാമറ നമ്മൾ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ സ്ക്രീനിൽ നമ്മളെ കാണാണ്ടായിരുന്നല്ലോ. അപ്പോൾ അമ്മയുടെ വിചാരം ഞാൻ വീഡിയോ ഓണാണെന്നായിരുന്നു. അമ്മ ഫുൾ ടൈം ഫോൺ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ കാണും ചെയ്തു. പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ വീഡിയോ ഓണല്ലായിരുന്നു, അതുകൊണ്ട് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് നേരം വിഷമമായി. എന്നാലും കുഴപ്പമില്ല, പാവം കുറേ നേരം പിടിച്ച് എൻ്റെ കയ്യിൽ മിസ്റ്റേക്ക് വന്നാണല്ലോ. പിന്നെ അമ്മയെ പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെ ഇത് നമ്മൾ തീരത്തടുത്ത് തുടങ്ങി കേട്ടോ. അപ്പോൾ ഗ്രാൻഡ് ഹയാത്തൊക്കെയാണ് ഈ കാണുന്നത്. അവിടെ എന്തോ വലിയൊരു കല്യാണം, ഗ്രാൻഡ് പ്രോഗ്രാമൊക്കെ കല്യാണത്തിന് നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയായിരുന്നു ആ പരിപാടിയൊക്കെ. പിന്നെ ഈ ഒരു ട്രിപ്പിനെ പറ്റി പറയുകയാണെന്ന് വെച്ചെങ്കിൽ മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ 750 ഇച്ചിരി കൂടുതലായിട്ട് തോന്നി, എന്നാലും കുഴപ്പമില്ല. ഒരു എറണാകുളമൊക്കെ 1 ഡേ ട്രിപ്പായിട്ട് വരുന്ന ആൾക്കാർക്ക് കുറച്ച് നേരം നല്ല അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു പ്രോഗ്രാമാണ് കേട്ടോ. പിന്നെ നൈറ്റ് മൊത്തത്തിലുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ. കാരണം ചുറ്റുപാടുള്ള ബിൽഡിംഗ് എല്ലാം നല്ല കളർഫുൾ ലൈറ്റ്സൊക്കെ ഇട്ട്, പിന്നെ എന്തിനു വേണം ഈ പോകുന്ന കപ്പലും ബോട്ടും എല്ലാം നല്ല ജിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നല്ല രസത്തിൽ കാണാം, നല്ല ഭംഗിയാണ് മൊത്തത്തിലുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാൻ. നമ്മൾ ഈവനിങ് ആയതുകൊണ്ട് തന്നെ 2 നേരത്തെ ആ ഒരു വ്യൂവും എക്സ്പീരിയൻസ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് ഇറങ്ങി ഈ സൈഡിലൊക്കെ കണ്ടോ ഫുഡ് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവർക്ക് നൈറ്റും ബാച്ച് ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെയാണെന്ന്. എന്തായാലും നമ്മൾക്ക് സ്നാക്സ് ടൈം ആയിരുന്നല്ലോ ഗൈസ്. നമുക്ക് ഇവിടെ ഓണം എക്സ്പോ ഉണ്ടല്ലോ. തുണി കണ്ടപ്പോ അച്ഛൻ തിരിച്ചു പോവാന്ന്. തുണിയൊക്കെ ഉണ്ടോ പറഞ്ഞ അച്ഛൻ തിരിച്ചു പോവാന്ന് സാധനങ്ങൾ കണ്ടിട്ട്. ഗൈസ് 3 ടോപ്പ് 500 രൂപ കേട്ടോ. ഷോർട്ട് കുർത്തീസാണേ. എനിക്കിഷ്ടപ്പെട്ടു. നല്ല തിരക്കുണ്ട് കേട്ടോ. പിന്നെ ഈ തമിഴ്നാട് സൈഡിൽ നിന്നൊക്കെ കുറേ ടൂറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് തോന്നുന്നു. അപ്പം നല്ല പിള്ളേരൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഞങ്ങളിങ്ങനെ ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ട് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്ന ഇടയ്ക്കാണ് എൻ്റെ കണ്ണ് ഒരു കാര്യത്തിൽ ഉടക്കിയത് കേട്ടോ. പിന്നെ ഞാൻ അവിടെ അങ്ങ് മാറിയിട്ടില്ല, അവിടെ തന്നെ ഒരു നിപ്പായിരുന്നു. ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു സെക്ഷനിലൊക്കെ സാരിയും എന്താ പറയുക ഓണത്തിൻ്റെ സാരി കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കണ്ണിതാ ഉടക്കിയത് ഇവിടെയാണ് കേട്ടോ, ഈ ഒരു ഫോട്ടോ ഫ്രെയിം സെക്ഷനിൽ. ഇവിടെ നമ്മൾ ഫോട്ടോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരപ്പം തന്നെ നമുക്കത് പ്രിൻ്റ് എടുത്ത് ഫ്രെയിം ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഞാനൊരു 250 ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി, അത് അമ്മയും അച്ഛനും കൊണ്ടുപോയി കേട്ടോ. ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അതിപ്പോൾ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടാവും. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഞാൻ ഞങ്ങളുടെ ഒരു ആദ്യയുടെ മാരേജിൻ്റെ ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ ആണ് ഫ്രെയിം ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നല്ല രീതിക്ക് കാര്യമാണ് കേട്ടോ ആ ഒരു 250 രൂപയുടെ ആ ഒരു ഫോട്ടോ ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഇനിയും ചെയ്യിക്കണം എന്നുണ്ട്, പക്ഷെ ടൈം കിട്ടിയില്ല.
പിന്നെ ഇവിടെയൊക്കെ ഡ്രസ്സ്, പാത്രങ്ങൾ, ചെരുപ്പ്, ബാഗ് അങ്ങനത്തെയൊക്കെ ഐറ്റംസ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ കാര്യമായിട്ടൊന്നും നോക്കിയില്ല, കാരണം ഇതൊക്കെ നല്ല ടൈം എടുത്ത് തിരഞ്ഞെടുക്കണമെന്ന്. പിന്നെ ഈ ഒരു കട എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, കാരണം ഇവിടെ നല്ല കുറേ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഉണ്ട്, നല്ല രീതിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ടൈപ്പ് സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഈ ആസ്തറ്റിക് ടൈപ്പൊക്കെ നല്ല കുറേ കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ പിള്ളേരെ കണ്ണിൽ പൊടിയിടാനൊക്കെ പറ്റിയ നല്ല ക്യൂട്ടായിട്ടുള്ള വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് ഷാർപ്നർ വാങ്ങിയിട്ടോ, അതായത് ഞങ്ങളുടെ ഭാഷ വന്നാൽ കട്ടർ വാങ്ങിയിട്ടോ. പിള്ളേർക്ക് വേണ്ടിയിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കട്ടർ വാങ്ങി. പിന്നെ നേരത്തെ കണ്ട ഒരു ഐ ലവ് കേരള പറഞ്ഞിട്ട് ആൽക്കഹോളിൻ്റെ ബോട്ടിൽ വെച്ചിട്ടുള്ള ഒരു സൊവനീർ ഉണ്ടല്ലോ, അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ഫ്ലൈറ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു, കാരണം വീട്ടിൽ നിറയെ കാർ കളക്ഷൻ ഉണ്ട്, പക്ഷേ ഒരു ഫ്ലൈറ്റിൻ്റെ കൂടെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കുഞ്ഞു ഫ്ലൈറ്റും കൂടെ വാങ്ങി. പിന്നെ ആ ഒരു പല്ലി വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ വെറുതെ കാശ് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഇതൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയാണ്. ഇനി നമുക്ക് ഊബറൊക്കെ ബുക്ക് ചെയ്യണം. പെട്ടെന്ന് തന്നെ നമ്മളുടെ വണ്ടി എത്തിയിട്ടോ, കാരണം ഇവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ആള്. നല്ല രീതിക്ക് ബ്ലോക്ക് ഉള്ളതുകൊണ്ട് വേറെ ഏതൊക്കെ വഴി കൂടെ കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബ്ലോക്കിൽ നമ്മൾക്ക് ഈ ഒരു മുതലിനെ കാണാൻ പറ്റി, ഫോക്സ് വാഗൻ്റെ ബീറ്റിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ ഒരു വണ്ടി. ഒരു മൂവി കണ്ടതിന് ശേഷം കേട്ടോ ഈ ഒരു വണ്ടിയോട് പ്രാന്ത് കൂടിയത്. ഗൈസ്, അങ്ങനെ നമ്മളുടെ ട്രിപ്പ് കഴിഞ്ഞു, ഒരു മിനി ട്രിപ്പ് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ, സീ യു.